മലക്കുകളോ, ഈ മലക്കിന്റെ കയ്യിലൊരു ചങ്ങലയുണ്ട്. ഈ ചങ്ങല നിന്റെ വായിൽ കൂടി കടത്തിയിട്ട് നിന്റെ മലദ്വാരത്തിൽ കൂടി പുറത്തെടുത്തിട്ട് ഈ ചങ്ങല കൂട്ടി കെട്ടിയിട്ട് നിന്നെ വലിക്കുന്നുണ്ട്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. കാലത്ത് എഴുന്നേറ്റിട്ട് കശാപ്പുശാലയിലേക്ക് ആട്ടിൻകുട്ടികളെ കശാപ്പു ചെയ്യാൻ വേണ്ടി കശാപ്പുകാരൻ വലിക്കുന്നില്ലേ? വലിക്കുന്ന സമയത്ത് രണ്ട് കയ്യും കാലും നിലത്തമർത്തിയിട്ട് നടക്കാതിരിക്കലില്ലേ? അപ്പൊ പിറകിൽ നിന്ന് തെളിക്കുന്നത് പോലെ ഈ മലക്ക് നിന്നെ പിറകിൽ നിന്ന് ഒരു മലക്ക് തെളിക്കുന്നതാ, നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നതാ. നിന്റെ വയറ് വീർത്ത് പൊട്ടാനായിട്ടുണ്ട്. എന്തേ? പലിശ വാങ്ങിയിട്ട് വയറ് വീർത്തതാ. അല്ലദീന യഅ്കുലൂന الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. എഴുന്നേൽക്കാൻ കഴിയാതെ വീർത്ത വയറുമായിട്ട് നിൽക്കുന്ന നിന്നെ പെട്ടി വലിക്കുന്നതോ ഹബീബ് റസൂലുള്ളാഹ്. അതേ, നിന്റെ വികസിച്ച വായകളിൽ കൂടി ബാരൽ കണക്കിന് ചലങ്ങൾ ഒഴുകുന്നു. മുസ്ലിമീങ്ങളെ, മുസ്ലിമാത്തുകളെ, എന്റെ പ്രഭാഷണം കേട്ടു നിങ്ങൾ റെക്കോർഡുകളൊന്നും എനിക്ക് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട. ഞാനൊന്ന് പറയട്ടെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് വേശ്യാവൃത്തി നടത്തിയിട്ടുള്ള, ശരീരം സൂക്ഷിക്കാതെ മറപാലിക്കാതെ പടച്ച റബ്ബിക്ക് നിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കാതെ ചെത്തിപ്പൊളിച്ച് നടന്ന മുസ്ലിം ഉമ്മമാരില്ലേ, ചെറുപ്പക്കാരില്ലേ, എല്ലാ ഗുഹ്യങ്ങളും ചീഞ്ഞു നാറുന്നതാണ്, ചീഞ്ഞളിയുന്നതാ, ചലങ്ങൾ ഒഴുകുന്നതാ. ചീഞ്ഞളിഞ്ഞ ചലങ്ങൾ ഒഴുകുമ്പോ നിന്നെ പിടിച്ചു വലിച്ച് ഈ മലക്കുകൾ കൊണ്ടുപോയി നിന്നെ വരിയിൽ നിർത്തുന്നതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കൊണ്ടുപോകും. എത്ര സംഭവങ്ങള്, ഓരോരുത്തരുടെ അവസ്ഥകളാണ്. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ചില ആളുകളെ വായുക്ക് ഇങ്ങനെ വല്ലാതെ വികസിച്ചപ്പോൾ അവര് ദാഹിച്ചവശരായിട്ട്, പഴയ കാലത്ത് നിങ്ങൾക്ക് കാളവണ്ടി അറിയുമോ? നമ്മുടെ നാട്ടിലൊക്കെ പോത്തുവണ്ടി അറിയുമോ? ആ പോത്തുവണ്ടിയിൽ വടകരയിൽ നിന്നും നാഥാപുരത്തിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നുമൊക്കെ നിറയെ ചാക്കുകളും ചരക്കുകളുമായിട്ട് കൊണ്ടുവന്നിരുന്ന പോത്തിൻ വണ്ടികള്. ആ പോത്തുവണ്ടികൾ വരുന്ന സമയത്ത് കയറ്റം വലിക്കുമ്പോൾ ആ പോത്തിനൊരു തല കൊണ്ടൊരു ആംഗ്യമുണ്ട്. വായും തലയുമൊക്കെ മേൽപോട്ട് ഉയർത്തിയിട്ട് വെളുത്ത ഒരു നൊര വന്നുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്ന പോത്തുകളെ പോലെ ആ വായകളൊക്കെ മേൽപോട്ട് ഉയർത്തിയിട്ട് ദാഹിച്ചവശരാകുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ നാട്ടുകാർക്കറിയുമോ എന്ന് എനിക്കറിയില്ല. തുലാമാസം കാലത്ത് ഞങ്ങളെ നാട്ടിലൊക്കെ കാലത്ത് കാലികൾക്ക് വെള്ളം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? സുബ്ഹ് നിസ്കരിച്ചിട്ടുള്ള ജോലിയാണ്. ഈ കാലികളെ മുഴുവൻ അതാ കന്നുകൂട്ടാൻ കൊണ്ടുപോകുന്ന, ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി ഒഴുന്നാൻ കൊണ്ടുപോകുന്ന കാലികളെ വായ മേൽപോട്ട് പൊക്കിപ്പിടിച്ചിട്ട് മുളയുടെ കുറ്റി കൊണ്ട് വെള്ളമൊഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. അല്ലാ, ഈ നിലക്ക് ചില ആളുകളെ വായിലേക്ക് ഈ ചലങ്ങൾ മുക്കി ഒഴിക്കപ്പെടുന്നുണ്ട്. അതിന് പ്രത്യേകം പാനപാത്രങ്ങളുണ്ട്. ആരാണെന്നറിയുമോ? മുസ്ലിമേ, ഈ ലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ചുകൊണ്ട് കള്ള് കുടിച്ചവരാ, മദ്യപിച്ചവരാ, സൃഷ്ടിച്ച റബ്ബിന് നന്ദികേട് ചെയ്തവരാ. മോനെ ചെറുപ്പക്കാരാ, പറഞ്ഞില്ലേ നിന്റെ വായിൽ പൊടിയുന്ന ഉമിനീര് നിമിഷ നേരത്തേക്ക് റബ്ബങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ മിണ്ടൂല. കഴിക്കുന്ന ആഹാരത്തിന്റെ രുചി അറിയൂല. ആ വായിലേക്ക് ഹാൻസുകൾ വെച്ചുകൊണ്ട് പ്രത്യേകം ലഹരി ആസ്വദിക്കുന്ന മുസ്ലിമേ,
റബ്ബ് തന്ന പണം കൊണ്ട് റബ്ബ് തന്ന ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മുസ്ലിമേ, ചിന്തിക്കാറുണ്ടോ? നിന്നെ കയറിട്ട് ചങ്ങലയിട്ട് വലിക്കുന്ന മലക്കിന് ഒരു ബേജാറുമില്ല, സങ്കടമില്ല, ദയയുമില്ല. അല്ലെങ്കിലോ മലക്കുകൾക്കാരോടും സിമ്പലുകളില്ല. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, കൽപ്പിച്ചത് ചെയ്യാനല്ലാതെ അപ്പുറത്തെ മലക്കുകൾക്ക് ഒന്നും അറിയില്ല. കൃത്യമായി ഡ്യൂട്ടി നിർവഹിക്കുന്നവരാ മലക്കുകള്. ഇവനൊരു പാവമാ എന്നൊന്നും മലക്കുകൾക്ക് തോന്നുകയില്ല. സമയം വളരെ വൈകി, ഞാനും നിർത്തുകയാണ്. ഈ വിഷയത്തോട് പൊരുത്തപ്പെടാൻ കഴിയില്ല, തീർക്കാൻ കഴിയില്ല. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മോനെ, അങ്ങനെ നിന്നെ 120 വരികളിലായി കോടാനക്കോടി ജനങ്ങളെ റബ്ബ് നിർത്തുന്നുണ്ട്. മശ്ശറയിൽ 120 വരികളാ. 120 വരികളിൽ നിന്ന് 3 വരികൾ മാത്രം സ്വർഗത്തിലാ. 117 വരികളും നരകത്തിലേക്കുള്ളവരാ. അല്ലാഹു അവന്റെ അപാര റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട്, കാരുണ്യം കൊണ്ട് ആ 3 വരികളിൽ എവിടെയെങ്കിലും നമ്മളെ നിർത്തിയിട്ട് റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഹബീബ് പഠിപ്പിച്ചത് അറിയുമോ? നജ ഫഖദ് ഫാസ മൻ വജദ മൗദിഅ ഖദമൈ. മശ്ശറയിലാർക്കെങ്കിലും 2 കാല് വെക്കാൻ സ്ഥലം കിട്ടിയാൽ വിജയിച്ചു പോയി. കാലുകുത്താനിടമില്ല. ഭൂമി അല്ലാഹു അന്ന് മശ്ശറയുടെ ഫ്ലോർ എന്താണെന്നറിയോ? മാർബിളല്ല, ഗ്രാനൈറ്റ് അല്ല. മോനെ, നല്ല മാർബിൾ കല്ലിൽ വെയില് തട്ടിയാൽ, നട്ടുച്ച സമയത്ത് 1 മണിക്കൂർ വെയില് തട്ടിയാൽ ആ മാർബിൾ കല്ലിൽ നിനക്കൊരു സുജൂദ് ചെയ്യാൻ പറ്റുമോ? എന്തൊരു ചൂടാ! നെറ്റിയിൽ തഴമ്പ് വരൂലേ, പൊള്ളിപ്പോകൂലേ? മശ്ശറയിൽ മാർബിളല്ല, ഗ്രാനൈറ്റ് അല്ല. ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നതാരാ? ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പഠിപ്പിച്ചു തന്നതാരാ? സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നതാരാ? നിസ്കരിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ? ആര് പറഞ്ഞ അടിസ്ഥാനത്തിലാ ഞാൻ ഈ പറഞ്ഞതൊക്കെ കേൾക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത്? ആര് പറഞ്ഞതിന്റെ പേരിലാ? അങ്ങ് മലപ്പുറം ജില്ലയിലെവിടെയോ കിടക്കുന്ന എന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ സംഘടിപ്പിച്ചൊരുമിച്ച് കൂടുന്നത് ആര് പറഞ്ഞതിന്റെ പേരിലാ? ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ആര് മുഖേനയാ? മുത്തുനബി മുഖേനയല്ലേ? ആ ഹബീബ് പറഞ്ഞതാ, മിൻ ഫിദ്ദത്തിൻ ബൈളാ, വെളുത്ത വെള്ളിയാകുന്നു, വെള്ളിപ്പലകയാ. അതാണ് ഫ്ലോർ വിരിച്ചിട്ടുള്ളത്, അതിലാണ് നിൽക്കുന്നത്. ഫീ യൗമിൻ കാന മഖ്ദാറുഹു 50 അൽഫ സനാ. എത്ര കാലം റബ്ബ് പറഞ്ഞിട്ടില്ല. 50,000 കൊല്ലം എന്നത് മശ്ശറയിലെ ഒരു ദിവസത്തിന്റെ അളവാ. എത്ര ദിവസമെന്നല്ല പറഞ്ഞിട്ടില്ല. 50,000 കൊല്ലമാണ് മശ്ശറിൽ നിൽക്കേണ്ടതെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല.
മഹ്ശറയിലെ പരലോകത്തിലെ ഓരോ ദിവസത്തിന്റെയും അളവ് അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയതാണ്. ദിവസങ്ങൾ സൂര്യൻ ഉദിച്ചസ്തമിക്കാത്തത് കൊണ്ട് ദിവസങ്ങൾ മാറുന്നില്ല. ദിവസങ്ങൾ മാറാത്തത് കൊണ്ട് ആഴ്ചകളില്ല. ആഴ്ചകളില്ലാത്തത് കൊണ്ട് മാസങ്ങളില്ല. മാസങ്ങളില്ലെങ്കിൽ പിന്നെ വർഷങ്ങളില്ല. എത്ര കാലമെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. പക്ഷേ പരലോകത്തെ ഏതൊരു ദിവസത്തെയും കണക്കുകൂട്ടേണ്ടത് ഇതാ ഇവിടത്തെ 50,000 കൊല്ലത്തോട് തുല്യമാണ് കേട്ടോ. ഇതാണ് ഖുർആൻ പറഞ്ഞത്. മീസാൻ എന്ന പാലം കടക്കുന്നത് 3000 കൊല്ലമാണെന്ന് ഖുർആൻ ബഹുമാനപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചെങ്കിൽ അത് മഹ്ശറയിലെ 3000 കൊല്ലമാ. ഒരു കൊല്ലത്തിന്റെ ഒരു ദിവസമാണ് ഞാൻ ഈ പറഞ്ഞത്. കാൽക്കുലേറ്റ് ചെയ്തോ, ഒന്ന് ഓർത്ത് നോക്കിക്കോ. ഇതൊക്കെ പറയാൻ പോയിട്ട് ചിന്തിക്കാൻ കഴിയുമോ? ആ നിലക്ക് ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, 120 വരികളിലായി കോടിക്കണക്കിന് ആളുകൾ അങ്ങനെ നിർത്തുകയാ. വെറുതെ നിൽക്കുകയല്ല, ഭാരിച്ച ഭൂമി കഴുത്തിലേറ്റി നിൽക്കുന്നവരുണ്ട്. ഒട്ടകങ്ങളും ആടുകളും കാളകളും കഴുത്തിൽ പേറി നിൽക്കുന്നവരുണ്ട്. അല്ലാ, കത്തുന്ന ഇരുമ്പിന്റെ പെട്ടി കഴുത്തിൽ കെട്ടി ആളിക്കത്തിക്കൊണ്ട് നിൽക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളെ, ഹബീബ് പറയുകയാ, ഒരു വരിയിലുള്ളവരുടെ മുഴുവൻ ആളുകളെ കഴുത്തിലും വലിയ പെട്ടികളാ. പഴയകാലത്ത് ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോ നല്ല ചൂടിക്കയറ് കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് ഇരുമ്പിന്റെ പെട്ടി കൊണ്ടുപോകലില്ലേ? അതുപോലത്തെ ഇരുമ്പിന്റെ പെട്ടി കഴുത്തിലാ. ആ പെട്ടി ഇങ്ങനെ ആളിക്കത്തുകയാ, പെരടി ഇങ്ങനെ ഉരുകി ഒലിക്കുകയാ. ആരാ? മരണമില്ലല്ലോ, ജീവിതമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ദുനിയാവിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അത് പൂർത്തിയാക്കാത്തവനാ, അലംഭാവം കാണിച്ചവനാ, അമാനത്തിൽ വീഴ്ച വരുത്തിയവനാ. ഹബീബ് പറഞ്ഞതാ, വല്ലാത്ത ലോകമാ. ആ നിലക്ക് മഹ്ശറയിൽ നിന്നിട്ട് എത്ര കാലമെന്നോ പറഞ്ഞുകൂടാ. പിന്നീടാണ് മുത്തുനബിന്റെ ശഫാഅത്ത്. അങ്ങനെയാണ് കേസ് വിളിക്കുന്നത്, താരം തുടങ്ങുന്നത്. മക്കളെ, ഹബീബിന് 5 ശഫാഅത്തുണ്ട്. അതിലേറ്റവും വലിയ ശഫാഅത്ത് ഏതാ? മൊത്തം ഉമ്മത്തിന് കിട്ടുന്നതാ, മനുഷ്യർക്ക് മുഴുവൻ കിട്ടുന്ന ശഫാഅത്താ. അബൂജഹൽ ഉൾപ്പെടെ, ഉത്ബത്ത് ഉൾപ്പെടെ സർവ്വ ആളുകൾക്കും കിട്ടുന്ന ശഫാഅത്ത്. അതേ, മഹ്ശർ അവസാനിക്കലാ, വിചാരണ തുടങ്ങലാ. 50,000 കൊല്ലം മുത്തുനബി സുജൂദിലാ. സ്വർഗം ഹാജറാ അലങ്കരിക്കപ്പെടുകയാ, നരകം കൊണ്ടുവരപ്പെടുകയാ, പാലം സ്ഥാപിക്കപ്പെടുകയാ, മീസാൻ എന്ന തുലാസ് സ്ഥാപിക്കപ്പെടുകയാ. അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ആ തുലാസിൽ വെച്ചിട്ട് നമ്മുടെ സർവ ഹസനാത്തുകളും സർവ സയ്യിആത്തുകളും ഒന്ന് തൂക്കുന്നതാ. ചെറുപ്പം മുതൽ നിസ്കരിച്ചു തുടങ്ങിയത്, ചെറുപ്പം മുതൽ നോമ്പെടുത്ത് തുടങ്ങിയത്, ഞാൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നന്മയുടെ തട്ടിലാ. എല്ലാ തിന്മകളും തിന്മകളുടെ തട്ടിലാ.
എന്നിട്ടൊന്ന് തൂക്കുകയാ. 12 മാസം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാഴ കൃഷി ചെയ്തിട്ട് ഒരു വാഴ വെച്ചിട്ട് കൊലയ്ക്കാൻ, അത് മൂത്ത് കിട്ടാൻ 12 മാസത്തിന്റെ വിളവാണെങ്കിൽ 12 മാസം അതിന്റെ പിറകെ നടന്ന് അധ്വാനിച്ച് കൊലകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊട്ടയിലാക്കി വണ്ടിയിൽ കയറ്റി മാർക്കറ്റിൽ കൊണ്ടുപോയി ആ കൊലങ്ങനെ തൂക്കുമ്പോ, ആ തുലാസിന്റെ നാമ്പിലേക്ക് നോക്കുമ്പോ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തൂക്കം വരുമ്പോ, പ്രതീക്ഷിച്ച തൂക്കം കിട്ടാതിരിക്കുമ്പോ മനസ്സെങ്ങനെയാ? അതേ, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തൂക്കം വരുമ്പോ അറിയാതെ പുഞ്ചിരി വന്നില്ലേ? മികവ് പറയാൻ തുടങ്ങിയില്ലേ? അതേ സമയത്ത് മോനെ 10-15 കിലോ ഓരോ കൊലയുണ്ടെന്ന് പ്രതീക്ഷിച്ചതാ, തൂക്കി നോക്കുമ്പോ 5-6 കിലോമേ ഉള്ളൂ. കരയാൻ തോന്നിയില്ലേ? സങ്കടപ്പെട്ടില്ലേ? വല്ലാത്ത നഷ്ടം തോന്നിയില്ലേ? എന്നാൽ 7 വയസ്സ് മുതൽക്ക് തുടങ്ങി വെച്ചിരിക്കുന്ന ഇബാദത്തുകൾ പ്രായപൂർത്തിയെത്തിയപ്പോൾ മുതൽ നിന്റെ അക്കൗണ്ടിൽ വന്നതാ. അതൊക്കെ ഒന്ന് തൂക്കാനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാ. ആഖിർ സമാനിലെ മുസ്ലിമീങ്ങളെ, എന്റെ ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്ക അമലുകളും അന്ന് നമ്മുടെ തുലാസിലില്ല. പലതും തൂക്കിയിട്ടില്ല, കാണാനില്ല. കാലച്ചെറുപ്പം മുതൽ ചെയ്ത അമലുകളൊക്കെ അവിടെ തൂക്കാനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കണ്ട. അല്ലാ 13 വയസ്സ് മുതൽക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി നാട് വിട്ടിറങ്ങിയതാ. 19 വയസ്സ് 20 വയസ്സായപ്പോ ദീനീ പ്രവർത്തനത്തിന് അതേ ദർസുമായിട്ടിറങ്ങിയതാ. 10-25 കൊല്ലം ആ പണി ചെയ്തതാ. അതൊക്കെ എന്തെങ്കിലും അമലായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാ. പ്രതീക്ഷിക്കണ്ട. 10,000 സദസ്സുകൾ ഇതുപോലെ പറഞ്ഞതാ. അതൊക്കെ നന്മയുടെ തട്ടിലുണ്ടാകുമെന്ന് കരുതിയതാ. കരുതണ്ട. അമലുകൾ ഉയർത്തപ്പെടാൻ, അമലുകൾ സ്വീകരിക്കപ്പെടാൻ വലിയ നിബന്ധനകളാ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. എല്ലാ അമലും മേൽപോട്ടുയർത്തൂല. മക്കളെ, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒട്ടുമിക്ക അമലും ഉയർത്തിയിട്ടില്ല. ഒരു ദിവസം ഒരു കളവ് പറഞ്ഞാൽ കളവ് പറയുന്നവന്റെ അമലൊന്നും അന്നത്തെ ദിവസം മേൽപോട്ടുയർത്തൂല. മുസ്ലിമായ ഒരു സ്ത്രീയോടോ പുരുഷനോടോ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനോട് വിദ്വേഷം വെച്ച്, വൈരാഗ്യം വെച്ച്, വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കുന്നവനാണോ അവന്റെ ഒരു അമലും മേൽപോട്ടുയർത്തൂല. ഉമ്മമാരേ, എത്രയെത്ര മരുമക്കളോടാ, എത്ര മരുമക്കൾ ഉമ്മമാരോടാണ്, അമ്മായിമ്മമാരോട്, നാത്തൂന്മാരോട്, അയൽവാസികളോട്, അയൽവാസിനികളോട്, ബന്ധുക്കളോട് എടാ പിണങ്ങിയും വെറുപ്പും അസതും അസൂയയും വെച്ച് നടക്കുന്ന പലരുമില്ലേ? എന്തിനാ? ഈ അമലുകളൊന്നും തന്നെ ഒന്നുപോലും മേൽപോട്ടുയർത്തിയിട്ടില്ല. അത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചതാ, സുബ്ഹിന്റെ സുന്നത്തും സുബ്ഹും നിസ്കരിച്ചതാ, നേരം പുലരുവോളം ഖുർആൻ ഓതിയതാ, ദിക്ർ ചൊല്ലിയതാ. പക്ഷേ ഒന്നും തന്നെ നിന്റെ തുലാസിലില്ല. എന്തേ? നിന്റെ മനസ്സ് ക്ലിയറില്ല. പലരോടും നിനക്ക് വെറുപ്പാ, പലരോടും നിനക്ക് അസൂയയാ. എത്ര ആളുകളെയാ നിന്റെ നാവ് കൊണ്ട് കടിച്ചു കീറിയത്? എത്ര ആളുകളെയാ
കുറ്റം പറഞ്ഞത്, മാനം കെടുത്തിയത്, നിസ്സാരപ്പെടുത്തിയത് ഒരു അമലും മോനെ മേൽപോട്ടുയർത്തൂല, നന്മയുടെ തട്ടിലില്ല. പറഞ്ഞത് ഞാനല്ല, ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുൻപിൽ വെച്ച് ഈന്തപ്പന മുട്ടിയെ കരയിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്ത മുത്തുനബിയാ. ആ ഹബീബ് പറഞ്ഞതാ. അതേ സമയത്ത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു തിന്മയും തന്നെ ഡിലൈറ്റ് ചെയ്തിട്ടില്ല. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെത്തിപ്പൊളിച്ചതാ, അടിച്ചു പൊളിച്ചതാ, നീ പരനിവാസം ചെയ്തതാ, അതൊക്കെ നീ പിന്നെ മറന്നുപോയതാ. നിന്റെ ഏടിൽ നിന്ന് ഡിലൈറ്റ് ചെയ്തിട്ടില്ല, മെമ്മറിയിൽ നിന്ന് മായിച്ചിട്ടില്ല. ഒരു തിന്മയില്ലാതെ നിന്റെ തിന്മയുടെ തട്ടിൽ സജീവമാ. തിന്മകൾക്ക് ഷർത്തില്ല. വ്യഭിചാരം സഹിയാവാൻ ഷർത്തുണ്ടോ? കള്ളു കുടിച്ചത് സഹിയാവാൻ ഷർത്തുണ്ടോ? ഗീബത്ത് ശരിയാവാൻ ഷർത്തുണ്ടോ? ഒരു നിബന്ധനയുമില്ല. അമലുകൾക്ക് വലിയ നിബന്ധനകളാ, നോക്കുന്നത് മലക്കുകളാ, വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് വിധാനത്തെ തുലാസിൽ അവര് തൂക്കുമ്പോ കരയാത്തവരില്ല, പെടയാത്തവരില്ല. സർവാളുകൾ വന്ന് പേടിച്ച് ഭയവിഫലരായി നിൽക്കുമ്പോ മോനെ ഓർത്തോ, ഹിമാഹു ഹമാനാ ബിന്നദാബി ഇലാഹിനാ ഫലനൂറുൻ ഇല്ല ഇലൈഹി തമൂഹു. അന്നെല്ലാവരും നോക്കുന്നത് ഒരേ മുഖത്തേക്കാണ്, മുത്തുനബിന്റെ മുഖമാ. ഹബീബിനെ നോക്കാത്തവരില്ല. ഹബീബൊന്ന് തിരിഞ്ഞു നോക്കുമോ? ഹബീബൊന്ന് പരിഗണിക്കുമോ? ഹബീബൊന്ന് ശ്രദ്ധിക്കുമോ? ഹബീബൊന്ന് തിരിഞ്ഞു നോക്കിയാൽ രക്ഷപ്പെട്ടു പോയി. ആ ഹബീബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹബീബിന്റെ മേലുള്ള സ്വലാത്തുകൾ, ഹബീബിന്റെ മദ്ഹുകൾ, ഹബീബുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും അത് നോക്കുന്നത് മുത്തുനബിയാ. ഹബീബിന് വല്ലാത്ത കരുണയാ, വിട്ടുവീഴ്ചയാ. ഉമ്മയ്ക്കുള്ള പോലെയല്ല, ഉപ്പയ്ക്കുള്ളത് പോലെയല്ല. ഒരു ഉമ്മയും ഉപ്പയും വന്ന് നമ്മോട് കരുണ ചെയ്യൂല. മുത്തുനബി പറയുന്നു, ഈ നന്മയും തിന്മയും തൂക്കുമ്പോൾ പരാജയപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള റഖീബതീരെന്ന മലക്ക് ഓടി വന്ന് കൈ രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് ഈ രണ്ട് കൈകൾ താടിയോട് താഴ്ഭാഗത്തേക്ക് കുത്തിയിട്ട് കുതൂഹു ബഹുല്ലോ, കഴുത്തിലങ്ങ് കുരുക്കിക്കോളൂ, പിന്നെ താഴേക്ക് നോക്കാൻ കഴിയില്ല. രണ്ട് കൈകളും താടിയുടെ താഴ്ഭാഗത്ത് കുത്തിയിട്ട് കണ്ണും തലയും മേൽപോട്ടുയർത്തിയിട്ട് കൂട്ടിക്കെട്ടി മാറ്റി നിർത്തിപ്പോയി. കാലിച്ചന്തയിൽ പോയി കാലികൾക്ക് വില പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചാൽ കൂട്ടിക്കെട്ടി മാറ്റി നിർത്തുന്നത് പോലെ മാറ്റി നിർത്തിപ്പോയി. കൂട്ടം കൂട്ടമായി ജഹന്നമിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞിട്ടാണ് ഈ മലക്ക് ഡ്യൂട്ടി അവസാനിക്കുന്നത്. അതുവരെ ഈ മലക്ക് നിന്നെ പിരിയൂല. ഓർമ്മയിലുണ്ടാകുന്നത് നല്ലതാ, ചിന്തിക്കുന്നത് നല്ലതാ. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വെറുതെ നിസ്കരിക്കണ്ട, കഷ്ടപ്പെടണ്ട.
ഇനി എത്ര സംഭവങ്ങളാ, എത്രയൊക്കെ കാര്യങ്ങളാണ് ഇനിയും നടക്കാനുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസം ഒന്ന് പരിഗണിച്ചാൽ, ഹബീബിന്റെ തിരുനോട്ടം ഒന്ന് കിട്ടിയാൽ, മുത്തുനബി പറയുകയാ, അങ്ങനെ മാറ്റി കയ്യും കാലും കെട്ടിയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് തന്റെ ഉമ്മ വരുന്നു, എന്റെ മകനെ ഒന്ന് കാണണം, എന്റെ പൊന്നുമോനെ ഒന്ന് കാണണം, എന്റെ പൊന്നുമോളെ ഒന്ന് കാണണം, എന്നോട് ചില ബാധ്യതകൾ ചെയ്യാത്തതുണ്ട്, തീർക്കാത്തതുണ്ട്, അതൊന്ന് വാങ്ങണേ, ഞാനങ്ങ് സ്വർഗത്തിൽ പോയാൽ പിന്നെ എന്റെ മകനെ കാണൂല. എന്റെ മകനല്ലേ, പാവപ്പെട്ടവനല്ലേ, കഷ്ടപ്പെട്ടവനല്ലേ, അന്ന് മാപ്പ് ചെയ്തു കൊടുക്കാം എന്ന് ഒരു ഉമ്മയും അന്ന് ചിന്തിക്കൂല, ഒരു ഉപ്പയും ചിന്തിക്കൂല. പറഞ്ഞത് മുത്തുനബിയാ. അതേ സമയത്ത് നമ്മുടെ ഹബീബ് മുത്ത് റസൂൽ അന്ന് വല്ലാത്ത കരുണയാണ്, സ്നേഹമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. ഹബീബിനെ പറ്റി പറഞ്ഞത്, ഹബീബിന്റെ ആശിഖീങ്ങളെ പറ്റി പറഞ്ഞത്, ഹബീബിനെ പേർ സ്വലാത്ത് ചൊല്ലാൻ പ്രേരിപ്പിച്ചത്, ഹബീബിനെ ഉമ്മത്തിനുയർത്തി കാണിച്ചത്, അത് മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. ഹബീബായ മുത്തുനബി നമ്മയൊക്കെ ഒന്ന് പരിഗണിച്ച് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ. മഹദ് ഫദ്ലുകൊണ്ട് ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹ് മുസ്ലിമീങ്ങളെ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഇതാണ് മഹ്ശറ എന്ന് കരുതരുത്, ഇതാണ് പരലോകമെന്ന് കരുതരുത്. ഞാനതിലേക്കൊന്ന് എത്തി നോക്കിയിട്ടേ ഉള്ളൂ. വിനീതനായ നമ്മളെന്നെ കേട്ടതനുസരിച്ച്, പഠിച്ചതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, പറയാനുണ്ട്. റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അതൊക്കെ നമുക്ക് ബോധ്യം വരേണ്ടതാണ്. ഈ ആഖിറം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് സ്വഹാബത്തിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് മുത്തുനബി എത്തിച്ചത്. ഹബീബായ മുത്തുനബി അവിടുന്ന് ഈ കാട്ടറബികളെ ഇത്ര സംസ്കാരമുള്ള, താഴ്മയുള്ള, വിനയമുള്ള, സമാധാനമുള്ള, നീതിയുള്ള, തഖ്വയുള്ള, ഹിദായത്തുള്ള, ഭക്തിയുള്ള മഹാന്മാരാക്കി തീർത്തത് ഈ ആഖിറം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടാ. നമുക്ക് മാറ്റം വരാത്തതും, നമുക്ക് പേടി തോന്നാത്തതും, നമുക്ക് ഭക്തിയില്ലാത്തതും, നമുക്ക് തെറ്റ് ചെയ്യാൻ യാതൊരു മടിയില്ലാത്തതും ഈ ആഖിറം നമ്മുടെ തലയിലേക്ക് അങ്ങ് കയറാത്തതാ, ബോധ്യം വരാത്തതാ. ബോധ്യം വന്നവരാരും തന്നെ പിന്നെ പിന്തിരിഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. സഹോദരന്മാരെ, എല്ലാവരും അടുത്തേക്ക് തന്നെ ഉറക്ക സ്വലാത്ത് ചൊല്ലണം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ സദസ്സാണ്. ഹബീബുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാത്തതാണ്, പ്രതീക്ഷയുള്ളതാണ്. അതുകൊണ്ട് പല ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉസ്താദുമാർ, സദാത്തുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യാണ്. നബീസ മടവന്തേരി ചെക്കപ്പിന് വിധേയമാക്കുന്നു. പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല നല്ല റിസൾട്ട് നൽകുമാറാകട്ടെ. ലൈസൻസ് ശരിയാവാൻ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഒരുപാട് പുറത്തു വരാൻ പറ്റാത്ത അസുഖം, അള്ളാഹു എല്ലാം നൽകുമാറാവട്ടെ. അതുകൊണ്ട് അവർക്കൊക്കെ ദുആ ചെയ്യണം. മരണമടഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി, ഭർത്താക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, ഉസ്താദ്മാർക്ക് വേണ്ടി, രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി എല്ലാവരും അടുത്തേക്ക് വന്ന് നമ്മുടെ സമ്മേളനമാകുമ്പോൾ കണ്ടമാനം ചെലവായിരിക്കുമല്ലോ. അപ്പോൾ അവനവനെ കൊണ്ട് കഴിയുന്ന ചെറിയ സദക്ക ചെറുതാക്കേണ്ട. എല്ലാവരും നന്നായി സദക്ക നൽകണം. എല്ലാവരും മറ്റുള്ളവരൊക്കെ അടുത്തേക്ക് വരണമെന്ന് ഓർപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ്.
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم على محمد صلى الله عليه وسلم صلى الله 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 على محمد الله عليه وسلم صلى الله على محمد صلى 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 الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അതിന്റെ പ്രത്യേക ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു സഹോദരി ഒരു മോതിരം, മറ്റൊരു സഹോദരി ഒരു കാതില, വേളം പെരുവേൽ ഫാത്തിമ എന്ന സഹോദരി മറ്റൊരു മോതിരം, പ്രത്യേകിച്ച് പലരും ദുആ ചെയ്യാൻ ഇന്നലെയും ഇന്നുമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റുകൾ വായിക്കാൻ സൗകര്യമില്ലാത്തതാണ്. എല്ലാവർക്കും വേണ്ടിയും നാളെ നബീസ് മുടവന്തേരി ചെക്കപ്പിന് പോകുന്നുണ്ട്. ഒരു വിഷവും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫിൽ ജോലിക്ക് പോയ ഒരു സഹോദരൻ, അദ്ദേഹം കുറെ മാസങ്ങളായി ലൈസൻസ് എല്ലാ സമയത്തും നഷ്ടപ്പെട്ടു പോവുകയാണ്. 2-ാം തീയതി ടെസ്റ്റ് ഉണ്ട്. അത് വളരെ വിജയത്തിലാകാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا സർവ്വാധിനാഥനായ يا الله നിന്റെ ഹബീബായ മുത്തുനബിയെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. ഹബീബായ മുത്തുനബിന്റെ അഹ്ലു ബൈത്തിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ ആശിഖീങ്ങൾ, മുഹിബ്ബീങ്ങൾ, മാദിഹീങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. ഹംസത്തുൽ ഖറാർ തങ്ങളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളാക്കിയ ഞങ്ങളെ മശായിഖുമാർ ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ ഖായിബായി മടക്കല്ല റബ്ബേ, നിരാശയോടെ മടക്കല്ല റബ്ബേ.
നീ ഇജാബത്തുള്ള സദസ്സിൽ ഞങ്ങളെ സദസ്സ് ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഉഖ്റവിയായ എന്ന് പറയുന്ന സദസ്സുകൾക്കുള്ള ആദരവുകളും ഞങ്ങളെ സദസ്സിന് നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ദുആക്കെല്ലാം ഇജാബത്ത് നൽകുന്നത് കൊണ്ട്, ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നത് കൊണ്ട്, ഞങ്ങളെ പാപങ്ങളെല്ലാം പൊറുക്കുന്നത് കൊണ്ട്, രോഗങ്ങൾക്കെല്ലാം ശിഫ നൽകുന്നത് കൊണ്ട്, നിന്റെ ജലാലിനോ നിന്റെ ജമാലിനോ നിന്റെ കമാലിനോ ഒരു കുറവും വരില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളാരും നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല, നിന്റെ ഖുർആൻ അവഗണിച്ചു ചെയ്തതല്ല, ഹബീബിനെ വെറുത്തു ചെയ്തതല്ല. ദുർബല നിമിഷത്തിൽ സംഭവിച്ച അരുതായ്മകളാണ് റബ്ബേ. പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ അല്ലാഹ്. കഴിയില്ല റബ്ബേ നിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർക്കാൻ, കഴിയില്ല റബ്ബേ നിന്റെ ശിക്ഷ സഹിക്കാൻ, കഴിയില്ല റബ്ബേ തരണം ചെയ്യാൻ. നിന്റെ മഴലായ ഫദ്ല് കൊണ്ട് പാപികളായ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിന്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് പറഞ്ഞ ഇൽമിന്റെ ഹക്ക് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ മഹാന്മാരെ ഹക്ക് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹ് എത്ര ആവശ്യങ്ങളുമായി സദസ്സിൽ വന്നവരുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞവരെ നിനക്കറിയാം, ദുആ ചെയ്യാമെന്ന് ഞങ്ങൾ വാക്കുകൊടുത്തവരെ നിനക്കറിയാം, ഈ സദസ്സിലേക്ക് സദഖ തന്നയച്ചവരെ നിനക്കറിയാം റബ്ബേ. അവരാവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കല്ലാ. അവർ പ്രതീക്ഷിച്ചത് നിരാശപ്പെടുത്തല്ലേ അല്ലാ. അല്ലാ ജനങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയാണ് ഈ സ്ഥാപനത്തിലല്ലാ, നിരാശപ്പെടുത്തല്ലേ അല്ലാ. അല്ലാ സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനോട് സഹകരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ഗുണകാംക്ഷികളായിട്ടുണ്ട്. അല്ലാ നാളെ നന്മ തിന്മ തൂക്കുന്ന സന്ദർഭത്തിൽ നന്മയുടെ തട്ടിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം നീ കാണിക്കണേ അല്ലാ. നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഇൽമും ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. അല്ലാ ഞങ്ങളെ മാതാപിതാക്കള്, മശായിഖുമാര്, ഉസ്താദുമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സ്നേഹിതന്മാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, കുടുംബങ്ങള്, ഭക്ഷണം തന്നവർ, തരുന്നവർ, അല്ലാ ഞങ്ങൾക്ക് ഖിദ്മ ചെയ്യുന്ന ഖാദിമീങ്ങൾ, ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവർ, പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് പലവിധേന സഹായങ്ങൾ നൽകിയിട്ടുള്ളവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തല്ലാ, തവ്വാബീങ്ങളിൽ ഉൾപ്പെടുത്തല്ലാ, മുത്തതഹ്ഹിരീങ്ങളിൽ ഉൾപ്പെടുത്തല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിൽ എന്ത് നേടിയാലും ഇല്ലെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്ന് കണ്ണടയ്ക്കുമ്പോ ഹബീബായ മുത്തുനബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നിറഞ്ഞ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. അറിയില്ല റബ്ബേ ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ ഇഷ്കി വെക്കാൻ, അറിയില്ല റബ്ബേ ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. ഹബീബിനെ കുറിച്ച് സ്നേഹിച്ചവരെ ഞങ്ങൾക്കറിയാം, ഹബീബിനെ ഇഷ്കി വെച്ചവരെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അവരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്പമെങ്കിലും ഇഷ്ക് ഞങ്ങൾക്കും നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഹബീബിന്റെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ അനവധി നിരവധി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സദഖ തന്നയച്ചവർ, ലൈസൻസ് ശരിപ്പെടാൻ വേണ്ടി, അതെ രോഗ ടെസ്റ്റ് ശരി റിസൾട്ട് കിട്ടാൻ വേണ്ടി, രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി 100 ആവശ്യങ്ങൾ പറഞ്ഞവർക്ക് മുഴുവനും അവരെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കല്ലാ.
ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും, ഉസ്താദുമാരിൽ പലരും, മശായിഖുമാരിൽ പലരും, ബന്ധുക്കളിൽ പലരും, കുടുംബങ്ങളിൽ പലരും, ഞങ്ങളാക്കിയിട്ടുള്ളവരിൽ പലരും, ഞങ്ങളെ ഗുണകാംക്ഷികളായിരുന്നവരിൽ പലരും, ഞങ്ങളെ ശിഷ്യഗണങ്ങളിൽ പലരും ഇന്ന് 6 അടി മണ്ണിലാണല്ലാ. അവരെ ഖബറൊക്കെ നീ പ്രകാശിപ്പിക്കുക അല്ലാ. ഈ മഹത്തായ സ്ഥാപനത്തിന് തറയിടുന്നത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം നിന്നവരിൽ പലരും മരിച്ചുപോയിട്ടുണ്ടല്ലാ. അവരെ ഖബറിലേക്ക് ഇതിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാ. ഹസനാത്തിന്റെ പ്രതിഫലം കൊണ്ട് അവരെ ഖബർ ധന്യമാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കുമ്പോ ഞങ്ങളെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. മണ്ണിനടിയിൽ വെച്ച് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ. ഹബീബിനോട് ഞങ്ങൾക്ക് മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ഇഖ്ലാസ് ഞങ്ങളെ കൈമുതലാക്കണേ അല്ലാ. തഖ്വ ഞങ്ങളെ കപ്പലാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, പ്രവർത്തകന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങള് സർവർക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. ദില്ലത്തിലാക്കല്ല അല്ലാ. നീ ഞങ്ങളെ അമ്മവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അർഹം ഉമ്മത്ത മുഹമ്മദിൻ, അല്ലാഹുമ്മ അക്സിർ ഉമ്മത്ത മുഹമ്മദിൻ, اللهم اعز امه محمد، اللهم تقبل من امه محمد واشرنا في زمره محمد بحق محمد وآل محمد واصحاب محمد. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഫർഹാൻ എന്ന കുട്ടിയെ ഇവിടെ രക്ഷിതാക്കൾ കാത്തിരിക്കുന്നുണ്ട്. ഫർഹാൻ എന്ന കുട്ടി സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുക്ക് എത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്.